കേറിവാട മക്കളയിൽ 4-ാമത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. കൊച്ചിൻ ഹനീഫ ചെയ്ത വിക്രമൻ എന്ന കഥാപാത്രത്തെ സ്വന്തം ഭാര്യ വീട്ടിൽ കയറ്റത്തില്ല. അതുകൊണ്ട് ആരുടെ കൂടെയാണ് അദ്ദേഹം എന്ന് സിനിമയിൽ പറയുന്നു? എ ചന്ദ്രൻ, ബി ഗോപാലൻ, സി സോമൻ. എ ചന്ദ്രൻ, ബി ഗോപാലൻ, സി സോമൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ചോദിക്കാം. ആരുടെ ഭാര്യ എന്നാണ് ഇവിടുത്തെ ചോദ്യം. എ ചന്ദ്രൻ, ബി ഗോപാലൻ, സി സോമൻ. പറയൂ. ചന്ദ്രൻ. ചന്ദ്രന് 2 പിള്ളേരിപ്പോൾ എൻ്റെ തലയിലാണെന്നെങ്ങാണ്ട് അതീ പറയുന്നു. ശരിയാ, ചന്ദ്രൻ. ചന്ദ്രൻ. ചന്ദ്രന് 2 മക്കളിപ്പോൾ എൻ്റെ തലയിൽ കൊച്ചിനെ ഇപ്പോൾ പറയുന്നുണ്ട്. ഏ ചന്ദ്രനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. ചന്ദ്രൻ ഇല്ലേ ഞാൻ ക്ലൂ തരാനിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നല്ല ക്ലൂ തരും. ശരി, ഓക്കെ ഓക്കെ. പിന്നെ അതിനുശേഷം ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, താടിയൊക്കെ വളർത്തി ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു രൂപമായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ചെറുപ്പത്തിലോട്ട് മാറി. അതെങ്ങനെയാണ് ചേട്ടാ? അത് 2005 തൊട്ടാണ് താടി വളർന്നു തുടങ്ങിയത്. 2019, ഏകദേശം 15 വർഷത്തെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട താടിയായിരുന്നു. കാരണം അവർ ഭയങ്കര ഗ്രേസ് ആയിരുന്നു ഈ സാധനം. അത്രയും ഞാൻ ഒരു ദൈവികമായ വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ 2019 മെഡിക്കൽ കോളേജിൽ ലിവർ സിറോസിസ്, ഗാൾ ബ്ലാഡർ സ്റ്റോണുമായിട്ട് അമ്മ, ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല. അതാണ് നേരത്തെ തന്നെ 4 വർഷം മുമ്പ് ഈ സർജറി നടത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരോടും പറയുന്നത്, ഒരു സർജറി ഡോക്ടർ പറഞ്ഞാൽ അപ്പോഴേ ചെയ്യണം. കാരണം മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടേഴ്സിൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്ന് നോക്കിയിട്ട് അപ്പം സർജറി പറഞ്ഞാൽ ഗാൾ ബ്ലാഡർ സ്റ്റോൺ റിമൂവ് ചെയ്യുക. പക്ഷേ അമ്മ കേട്ടില്ല. അമ്മ അതും കൊണ്ട് നടന്നു. എൻ്റെ അമ്മ നേരത്തെ പറഞ്ഞ കണക്ക് 20 വയസ്സേ ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കണക്ക് അമ്മ കീറിയ പാവാട കൊടുത്ത് അമ്മ മാക്സിമം കഷ്ടപ്പാട് ദുരിതവും അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ കോളേജിലായി അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കുക. എന്നാലും പഴയ അമ്മമാർ ഇപ്പോഴും പഴയതിലേ പോകില്ലേ. അപ്പോൾ അമ്മ 41 ദിവസം ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കിടക്കുകയായിരുന്നു. 41ാമത്തെ ദിവസം പോകുന്നതിന് മുമ്പ് അമ്മയുടെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് 2 ആഗ്രഹങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നീ താടി എടുക്കണമെന്നാണ്. കാരണം അമ്മയെ ഞാനിവിടെ പോകുമ്പോൾ അമ്മയുടെ അച്ഛനല്ലേ അമ്മയുടെ അപ്പൂപ്പൻ എന്നുള്ള ഒരു ലുക്കായിരുന്നു. അപ്പോൾ താടി എടുക്കണം എന്നമ്മ പറഞ്ഞു. രണ്ടാമത് അമ്മ പറഞ്ഞു നീ കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കണം. എന്നാൽ രണ്ടാമത്തത് നടക്കാൻ സാധ്യതയൊന്നും ഇല്ല. ഇപ്പം പലപ്പോഴും നമ്മുടെ അമ്മമാർ കൂടെയുണ്ട്, അച്ഛൻ കൂടെ ഉള്ളപ്പോൾ മക്കൾക്ക് പലപ്പോഴും അവരുടെ വില അറിയില്ല. പക്ഷെ ഇവർ നാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്കുണ്ടാകുന്ന ഭീകരമായ നഷ്ടം എത്രയാണെന്ന് അറിയുന്നത്. അമ്മയുടെ ആ ആഗ്രഹം കൂടെ സാധിക്കാൻ വേണ്ടി താടിയെടുത്തപ്പോൾ ഇതിൽ അഭിനയിക്കാനും കൂടെ കഴിഞ്ഞു. ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരുന്നാണ് മഹാഭാരതത്തിൻ്റെത് പഠിച്ചെഴുതി തീർക്കുന്നത്. മഹാഭാരതം 2019 ഒക്ടോബർ തീരുന്നു. നവംബറിൽ മറ്റേ ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും വരുന്നു. ഡിസംബറിലേക്ക് ഫിക്സിങ് ആവുന്നു. പിന്നെ എല്ലാം മറ്റൊരു ലെവലിലേക്ക് സാധനങ്ങൾ മാറുകയായിരുന്നു. ഓക്കെ, എ ചന്ദ്രൻ ആണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഉത്തരം വളരെ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് 1000 rupees. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത 5ാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ. എന്താ ആരാ നിങ്ങള്? അർജുൻ, go outside. എല്ലാവരും മാറിക്കോ, ബോംബാണത്. കണ്ടല്ലോ, ചോദ്യം ഇതാണ്. പട്ടി കടിച്ചുകൊണ്ട് ഓടുന്ന ബോംബ് ആരെ കൊല്ലാൻ വേണ്ടിയാണ് വെക്കുന്നത്? എ രവി നായർ, ബി വിക്രമൻ വർമ്മ, സി രവി മേനോൻ. ഇതെനിക്കറിയാം, മുഖ്യമന്ത്രിയാണ് മുരളിച്ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. രവി നായരല്ല, മേനോനാണ്. രവി മേനോൻ. ഓപ്ഷൻ സി രവി മേനോനാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ച് പൂട്ടിയിരിക്കുന്നു. ഒരു ചോദ്യം ഒരു ഉത്തരം. അതായത് ഈ ഒരു ഷോയിൽ ഇപ്പോൾ പോയിരുന്നല്ലോ, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഡിസംബറിൽ കയറി എന്ന് പറഞ്ഞ ആ ഷോയിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ വെറുപ്പ് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തത്? ചേട്ടൻ എൻ്റെ മർമ്മത്തോക്കി തന്നെ അടിച്ചു എന്നുള്ള ആ ഷോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്നത് എന്നെ തന്നെയാണ്. കാരണം
ആ സമയത്ത് വികൃതി കുട്ടികൾക്കുള്ളൊരു ടാസ്ക് തന്നിരുന്നു. വികൃതി കുട്ടി, നോട്ടി ബോയ്, ഏറ്റവും കൂടുതൽ വികൃതിക്കാണ് പോയിന്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞു. ആ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയാൽ ക്യാപ്റ്റൻ ആവാം. ക്യാപ്റ്റനായുള്ള ഗുണം ഒരാഴ്ചയോടെ നിൽക്കാം, ഔട്ടാവില്ല. അപ്പോൾ വെളിയിലുള്ള സംഭവമൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് വികൃതി കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കോമ്പസ് വെച്ച് കൂത്തും, മഷി എടുത്ത് കുടയും, അങ്ങനെ പലതും ചെയ്യുന്ന പോലെ ഏറ്റവും നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ ആ ഒരു വികൃതി തരം പബ്ലിക്കായി ഗെയിമിൻ്റെ ഭാഗമായി രസകരമായി ചെയ്യാൻ ശ്രമിച്ചത്. ഛേ ആ ഒരു വികൃതിത്തരം ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയത് എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നി. അപ്പോൾ എന്തായാലും ഉത്തരം സി രവി മേനോൻ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 5000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.